ആലപ്പുഴ ജില്ലാ കളക്ടറെ അടിയന്തരമായി മാറ്റി പുതിയ കളക്ടറായി നഗരകാര്യ ഡയറക്ടറായിരുന്ന അലക്സ് വർഗീസ് ചുമതലയേറ്റു. നിലവിലുള്ള കളക്ടർ ജോൺ വി സാമുവലിന് പകരം ചുമതല നൽകിയിട്ടില്ല. CPI അനുകൂല ജോയിന്റ് കൗൺസിലുമായുള്ള ഭിന്നതയാണ് മാറ്റത്തിന് കാരണമെന്നാണ് സൂചന. 2 വർഷത്തിനിടെ ആലപ്പുഴ എത്തുന്ന 7ാമത്തെ കളക്ടറാണ് അലക്സ് വർഗീസ്. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ഈ ജോയിന്റ് കൗൺസിലുമായി കളക്ടർക്ക് ഭിന്നത ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് തന്നെയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം? ഇന്നലെ രാത്രിയാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിനെ തൽസ്ഥാനത്ത് നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. നഗരകാര്യ ഡയറക്ടറായ അലക്സ് വർഗീസാണ് പുതിയ കളക്ടർ. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തോട് ജോയിൻ ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഇത്ര പെട്ടെന്ന് തന്നെ ഒരു സ്ഥലം മാറ്റവും പുതിയ ആൾ ഇന്ന് തന്നെ ചുമതലയെടുക്കണമെന്നുള്ള നിർദ്ദേശവും വന്നത് അസാധാരണമായിരുന്നു. അതാണ് ഇതൊരു വലിയ ചർച്ചയാകാൻ കാരണം. എന്തായാലും ആലപ്പുഴ കളക്ടറായിരുന്ന ജോൺ വി സാമുവലിനെ പറ്റി നിരവധി പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഉണ്ടായിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറടക്കം ഉള്ള ആളുകൾ ആലപ്പുഴയിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയപ്പോൾ യഥാസമയം വിവരങ്ങൾ എത്തിക്കുന്നതിൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു. അവരുടെ റിമാർക്സിൽ കളക്ടറുടെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് വേഗത്തിൽ മാറ്റാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാരണം. ഇതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലുമായും കളക്ടർക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. കളക്ടറുടെ ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കളക്ടറുമായി ആശയഭിന്നത ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് ജോൺ വി സാമുവലിന്റെ അടിയന്തര സ്ഥലമാറ്റത്തിൽ കലാശിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പുതിയ കളക്ടറായി അലക്സ് വർഗീസ് ഇന്ന് രാവിലെ തന്നെ ചുമതലയേറ്റു. നേരത്തെ കളക്ടർ പദവി വഹിച്ചിരുന്ന ജോൺ വി സാമുവലിന് പകരം ചുമതല ഇതുവരെയും നൽകിയിട്ടുമില്ല. ശരി, ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 2 വർഷത്തിനിടെ ആലപ്പുഴ എത്തുന്ന 7ാമത്തെ കളക്ടറാണ് അലക്സ് വർഗീസ്.